എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇനി മൗലവി ഇവിടെ ഒരു ഭയങ്കര തട്ടിപ്പ് എടുത്തു. ഭയങ്കര തട്ടിപ്പ് തന്നെ എന്താ? മൗലവിക്ക് ആളുകളെ സഹതാപം പിടിച്ചിട്ടുണ്ട്. അതിന് മൗലവി എന്ത് ചെയ്തു? മൗലവി സഹതാപം പിടിക്കാൻ വേണ്ടി എടുത്തൊരു പണി എന്താ ചോദിച്ചാല്, പേരോട് എന്റെ ഒരു അബദ്ധം കണ്ടെത്തി വിമർശിച്ചു കളഞ്ഞു. എന്താ അത്? എഴുത്തൂനക്കും മിനൽ ഹദീസ് വിമാനം തസ്മഉള്ള സ്ഥലത്ത് ഞാൻ വായിച്ചു ഒരു മിനിറ്റായി പോയി മക്കളെ. അബദ്ധം ആർക്കും വരൂലേ? അത് പേരോട് ആഘോഷിച്ചു കളഞ്ഞു വിടുന്നു. അയാളെ കുഞ്ഞടുകളും അപ്പൊ സാധാരണ ആർക്കും തോന്നിയതായാലും മോശമായി. അപ്പൊ എന്നാ മാന്യ മുസ്ലിം സഹോദരന്മാരെ, വഞ്ചനയാണ്. എന്റെ പ്രതി അവിടെയാ. ആ ഹദീസ് മൗലവി ദുർവ്യാഖ്യാനം ചെയ്തു. ആ ഹദീസിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത് ഖിയാമത്ത് നാളിന്റെ അടുത്തുള്ള കാലം വരുമ്പോ നിങ്ങളെ മുൻഗാമികൾ പറയാത്ത വർത്തമാനങ്ങളും കൊണ്ട് ദജ്ജാലുകൾ വരുമെന്നാണ്. നമ്മളെ മുൻഗാമികൾ 20 റക്അത്തിൽ കുറഞ്ഞ തറാവീഹ് കേട്ടിട്ടില്ല, ജുമുഅക്ക് ഒറ്റബാങ്ക് കേട്ടിട്ടില്ല. അങ്ങനെയുള്ള വിഷയങ്ങൾ മാറ്റിമറിക്കുന്ന കക്ഷികൾ വരുമെന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. എന്നാ മൗലവി എന്ത് ചെയ്തു? അത് മൗലവിക്ക് അനുസരിച്ച് ഒപ്പിക്കാൻ വേണ്ടി മൗലവി അർത്ഥം മാറ്റി. മൗലവി പറഞ്ഞ് സഹാബികളോടാ നബീന് പറഞ്ഞത്. സഹാബികളുടെ മുൻഗാമികൾ കേൾക്കാത്ത ചെയ്യുന്നവർ വരുമെന്നാ പറഞ്ഞത്. അത് സഹാബികളോടാ പറഞ്ഞത്. അതുകൊണ്ട് മുഴുവൻ സഹാബികളും അറിയാത്തൊരു സംഗതി ഉണ്ടെങ്കിൽ അത് വിദേഹത്താണ് എന്ന് പറഞ്ഞാൽ ജുമൈന്റെ ഒരു ബാങ്ക് വിദേഹത്താണ്. കാരണം മുഴുവൻ സഹാബികളും കേട്ടിട്ടില്ലല്ലോ. അതിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹും ബാക്കിയുള്ള സഹാബികളല്ലേ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറ്റില്ലല്ലോ. അപ്പൊ മുഴുവൻ സഹാബികളും ഇല്ലാത്തത് വിദേഹത്താണ് എന്ന് മൗലവി പച്ചക്കള്ളം ആ ഹദീസിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു. അത് ഞാൻ പിടികൂടി. അത് പിടികൂടിയിട്ട് വിമർശിക്കുമ്പോൾ ഞാൻ 2 നിലയ്ക്ക് വിമർശിച്ചു. ഒന്ന്, ഈ ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്തു. മറ്റൊന്ന്, ഹദീസ് വായിച്ചതിന്റെ തെറ്റാണ്. കാരണം ഹദീസ് എന്റേത് കേട്ട് പഠിച്ചാൽ, എന്റെ കേസറ്റ് കേട്ട് പഠിക്കില്ല അയാൾക്ക് പണി. അപ്പോ അങ്ങനെ കേട്ട് പഠിച്ചാൽ പഠിക്കുമ്പോൾ മര്യാദയ്ക്ക് പഠിക്കാത്തത് ഞാൻ ചോദിച്ചു. മൗലവി എന്ത് ചെയ്തു? ഈ ഹദീസ് എന്നുള്ള ഭാഗം മാത്രം കേൾപ്പിച്ചിട്ട് ഞാൻ വിമർശിച്ച പ്രസക്ത ഭാഗം മൂടി വെച്ചു. ഞാൻ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് കേൾക്കാം, മൗലവി എന്താ പറഞ്ഞതെന്ന് കേൾക്കാം. മൗലവി ആദ്യം പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. മൗലവിയുടെ ആദ്യത്തെ പ്രസംഗം, പിന്നീട് മൗലവി രണ്ടാമത് അദ്ദേഹം ഈ ആഘോഷിച്ചു കഴിഞ്ഞു കംപ്ലൈന്റ് പറയുന്നത്, മൂന്നാമത് ഞാൻ വിമർശിച്ച ശൈലി. മൂന്നും കേട്ടോളൂ. ആദ്യത്തെ, അവസാന കാലഘട്ടത്തിൽ ദജ്ജാലൂന കദ്ദാബൂന, കളവ് പറയുന്ന, സത്യത്തെയും അസത്യത്തെയും തമ്മിൽ കൂട്ടിക്കലർത്തിക്കൊണ്ട് അവതരിപ്പിക്കുന്ന ചില ദുഷിച്ച ശക്തികൾ രംഗത്ത് വരുമെന്നും അവരുടെ പ്രധാനപ്പെട്ട ലക്ഷണം സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, യഅ്തൂനകും ബിഅഹാദീസ മാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. ഓ സഹാബത്തെ, നിങ്ങളും നിങ്ങളുടെ മുൻഗാമികളും നിങ്ങളുടെ പൂർവ്വപിതാക്കളും കേട്ടിട്ടില്ലാത്ത ചില വർത്തമാനങ്ങളുമായിട്ടാണ് അവർ രംഗത്ത് വരുന്നത്. നിങ്ങൾ അവരെ സൂക്ഷിക്കണേ. അവര് നിങ്ങളെ പിഴപ്പിക്കുന്നൊരു നിങ്ങൾ നോക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത് ആദ്യമായി കേട്ടത് സ്വഹാബത്താണ്. അല്ലാഹുവിന്റെ റസൂൽ അടക്കമുള്ള, അതുപോലെ തന്നെ ആ ശബ്ദം ശ്രവിക്കുന്ന സ്വഹാബാ കിറാം അടക്കമുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും പരിചയമില്ലാത്ത ചില വർത്തമാനങ്ങളും അവർക്ക് പരിചയമില്ലാത്ത അഖീദകളും വിശ്വാസങ്ങളുമായി കൊണ്ട് പിൽക്കാലത്ത് ചില ആളുകൾ രംഗത്ത് വരുമ്പോ നിങ്ങൾ അവരെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോ കണ്ടോ, ഇപ്പൊ നബിയും മുഴുവൻ മോമിനീങ്ങളും, അന്നത്തെ സഹാബികളായ മുഴുവൻ മോമിനീങ്ങളും അവരെ മുൻഗാമികൾ കേൾക്കാത്തത്. അവരെ മുൻഗാമികൾ ആരാ? അബൂജഹലിന്റെ ഉപ്പാപ്പ അബൂജഹൽ. അവരെ മുൻഗാമികൾ മുശ്രിക്കുകളല്ലേ. അവര് കേൾക്കാത്ത കൊണ്ട് വരുന്ന ഇത് ഇയാളെ തട്ടിപ്പാണ്. ഇത് ഞാൻ പിടികൂടി വിമർശിക്കുമ്പോൾ ഞാൻ 2 എടുത്തു ധരിച്ചു. ഒന്ന്, ഇയാളെ ഹദീസിൽ പിഴച്ചത്, വാചകം പിഴച്ചു, തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. 2ഉം പറഞ്ഞു. അതിൽ ഈ കാര്യം ഞാൻ പറഞ്ഞപ്പോ മൂപ്പർക്ക് നന്നായിട്ട് കൊണ്ടു. അപ്പൊ ആളുകളെ ഒന്ന് സഹതാപം പിടിച്ചിട്ടാണ് പേരോട് അബദ്ധം പിടികൂടി കളഞ്ഞു എന്ന് പറഞ്ഞു. അബദ്ധം പിടികൂടുകയാണെങ്കിൽ മൗലവി നിങ്ങൾ പറഞ്ഞ പോലെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആ ഹദീസിന്റെ ആദ്യ ഭാഗം ഓതിനോ? ഇല്ല. ഞാൻ അതിനെ പറ്റി എന്തോ പറഞ്ഞു? ഇല്ല. കാരണം ഒരു പ്രസംഗം നടത്തുന്ന സമയത്ത് ഹദീസ് മുഴുവൻ ഓതണമെന്നില്ല, ആയത്ത് മുഴുവൻ ഓതണമെന്നില്ല.
ആദ്യ ഭാഗം ഒഴിവാക്കിയിട്ട് ആശയം പറഞ്ഞാൽ മതി. നിങ്ങൾ അവിടെ ആശയം പറഞ്ഞിട്ടുണ്ട് അന്ത്യനാളിൽ സേക്കൂൻ ഫി ആഖിർ സമാൻ എന്ന് വായിച്ചിട്ടില്ല, വായിക്കേണ്ടിയില്ല. അപ്പൊ ഒരായത്തിന്റെയും ഹദീസിന്റെയും കഷ്ണം ഉദ്ധരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് തെറ്റുണ്ടെന്ന് ആരോട്ട് പറഞ്ഞിട്ടില്ല. പ്രശ്നം എവിടെയാണെന്നറിയോ? ഈ ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്തു. ആ ദുർവ്യാഖ്യാനം ചെയ്തപ്പോൾ തന്നെ ഹദീസ് മേടിച്ചിട്ടുവാണ് ഓതിയത്. ഇത് രണ്ടുമാണ് ഞാൻ ബോധ്യപ്പെടുത്തിയത്. എന്നിട്ട് മൂപ്പര് സഹതാപം പിടിച്ചേറ്റാൻ വേണ്ടി വെച്ച ഭാഗം ഒന്ന് കേൾപ്പിച്ചു കൊടുത്തു.